നമസ്കാരം, ഞാൻ ഡോക്ടർ തസ്ലീന. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രം എന്നൊരവസ്ഥയെക്കുറിച്ചാണ്. റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രം എന്ന് പറയുന്നത് പ്രധാനമായും കാലുകളിൽ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥതയാണ്. വിശ്രമ സമയങ്ങളിൽ ലക്ഷണങ്ങൾ വർദ്ധിക്കൽ എന്നിവയാൽ തിരിച്ചറിയപ്പെടുന്ന ഒരു നാഡീവ്യവസ്ഥാ സംബന്ധമായ അവസ്ഥയാണ് ഈ റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രം. ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ കാലുകളിൽ ഇഴയുന്നത് പോലെയൊരു തോന്നൽ, ഉറുമ്പ് കയറുന്നത് പോലെ തോന്നുക, കത്തുന്നത് പോലെ അല്ലെങ്കിൽ വലിക്കുന്നത് പോലെയൊക്കെയുള്ളൊരു അനുഭവം. കാലുകൾ ഇളക്കാതിരിക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടായിരിക്കും ആളുകൾക്ക്. വിശ്രമിക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, കിടക്കുമ്പോഴൊക്കെയാണ് ഈ ലക്ഷണങ്ങൾ കൂടുന്നത്. കാലിന് വല്ലാത്ത അസ്വസ്ഥതകൾ, ചിലർക്ക് ഇക്കിളിപ്പെടുത്തുന്നത് പോലെ എന്നൊക്കെ പറയാറുണ്ട്. ചില പേഷ്യൻസ് കാലുകൾ ഇക്കിളിപ്പെടുത്തുന്നത് പോലെ എന്ന് പറയാറുണ്ട്. ഈ അസ്വസ്ഥതകൾ കാരണം ഇവർക്ക് ഉറക്കം ശരിയാവാതെ വരും. നടക്കുമ്പോഴോ കാലുകൾ ഇളക്കുമ്പോഴോ താൽക്കാലിക ആശ്വാസം അവർക്ക് ലഭിക്കും. രാത്രിയിലും ഉറക്ക സമയത്തും ലക്ഷണങ്ങൾ കൂടുതലായിട്ട് അനുഭവപ്പെടും. ഇത് കൂടുതലും ബാധിക്കപ്പെടുന്നത് മധ്യവയസ്കരിലും വയോധികരിലും ആണ്. സ്ത്രീകളിൽ, ഗർഭിണികളിൽ, പ്രത്യേകിച്ച് 3rd ട്രൈമസ്റ്ററിൽ, ഇത് പാരമ്പര്യമായി കുടുംബചരിത്രമുള്ളവർക്ക്, അയൺ കുറവുള്ളവർക്കും ഇതുപോലെ കാലിൽ അസ്വസ്ഥതകൾ ഉണ്ടാവാം. ഇത് കാരണം അവരുടെ ഉറക്കം നഷ്ടപ്പെടാം. മറ്റ് കാരണങ്ങൾ, ചിലരിൽ വ്യക്തമായ കാരണം കണ്ടെത്താൻ പറ്റില്ല. ചിലർക്ക് ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ അയൺ കുറവ്, അതേപോലെ ക്രോണിക്കായിട്ട് കുറേ കാലമായിട്ട് കിഡ്നിക്ക് അസ്വസ്ഥതകളുള്ളവർ, ഷുഗർ മൂലമുള്ള നാഡീരോഗങ്ങളുള്ളവർ, ഗർഭധാരണം, വൈറ്റമിൻ B12, ഫോളേറ്റ് എന്നിവ കുറവുള്ളവർ, ചില മരുന്നുകൾ കഴിക്കുന്നവർ, ആൻറ്റി ഡിപ്രസൻറ്റുകൾ, ആൻറ്റി ഹിസ്റ്റമിനുകൾ തുടങ്ങിയ മരുന്നുകൾ കഴിക്കുന്നവരിലും ഇത് കണ്ടുവരാറുണ്ട്. ഈ രോഗത്തിന് പ്രത്യേകിച്ച് ലാബ് ടെസ്റ്റുകളൊന്നുമില്ല രോഗം സ്ഥിരീകരിക്കാൻ. ലക്ഷണങ്ങളെ അടിസ്ഥാനമാക്കിയാണ് സാധാരണയായിട്ട് രോഗനിർണയം നടക്കുന്നത്. പിന്നീട് കൂടാതെ നിങ്ങൾക്ക് അനീമിയ, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ അയൺ കുറവുണ്ട്, വൈറ്റമിൻ B12, ഷുഗറിൻ്റെ പ്രശ്നങ്ങൾ, കിഡ്നി ഫങ്ഷൻസിന് പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടോ അതിനനുസൃതമായ ബ്ലഡ് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യാറുണ്ട്. ഇത് ഉറക്കത്തെ ബാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഉറപ്പ് വരുത്തുക എന്നുള്ളത്, ഈ അസ്വസ്ഥതകൾ കാരണം നിങ്ങൾ ഉറങ്ങാൻ വൈകുക, ഇടയ്ക്കിടെ ഉണരുക, പകൽ സമയത്ത് വല്ലാതെ ക്ഷീണം അനുഭവപ്പെടുക, ശ്രദ്ധക്കുറവ്, മാനസിക അസ്വസ്ഥതകൾ എന്നിവയുണ്ടാകും. ഇത് ഒന്ന് പരിമിതപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ: സ്ഥിരമായ ഉറക്കസമയം പാലിക്കുക, ദിവസേന മിതമായ വ്യായാമം ചെയ്യുക, കാലുകൾ മസാജ് ചെയ്യാൻ ശ്രമിക്കുക, ചൂടുവെള്ളമോ തണുത്ത വെള്ളമോ ഉപയോഗിച്ച് കംപ്രസ് ചെയ്യുക, ഇരുമ്പ് കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കുക, അതായത് ഭക്ഷണത്തിൽ നന്നായിട്ട് അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക, കഫീൻ, ചായ, കാപ്പി, എനർജി ഡ്രിങ്കുകൾ എന്നിവ ഒഴിവാക്കുക, പുകവലി നിർത്തുക, മദ്യപാനം നിർത്തുക, രാത്രി വൈകി മൊബൈൽ സ്ക്രീൻ ഉപയോഗം എന്നിവ നിർത്തുക. നിങ്ങൾ ഇത്തരം കാര്യങ്ങളെല്ലാം പരിമിതപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ഉറക്കം ശരിയാവുന്നില്ല, ഈ കാലിൻ്റെ അസ്വസ്ഥതകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഏറ്റവും അടുത്തുള്ളൊരു ഹോമിയോ ഡോക്ടറെ സമീപിക്കുക. ഫലപ്രദമായ ഹോമിയോപ്പതി മരുന്നുകൾ ഈ റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രംത്തിന് ലഭ്യമാണ്. അല്ലാത്ത പക്ഷം സ്ക്രീനിൽ കാണുന്ന നമ്പറിലൂടെ നിങ്ങൾക്ക് ഡ്യൂഡ്രോപ്സ് ഹോമിയോപ്പതിയെ സമീപിക്കാവുന്നതാണ്. ഓൺലൈൻ കൺസൾട്ടേഷന് ശേഷം നിങ്ങളുടെ മരുന്നുകൾ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലെത്തിച്ച് നൽകുന്നതായിരിക്കും. റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രം ഒരു ജീവൻ അപകടപ്പെടുത്തുന്ന രോഗമൊന്നുമല്ല. എന്നാൽ ഉറക്കത്തിൻ്റെ ഗുണനിലവാരം ഗണ്യമായി ഇത് കുറയ്ക്കുകയും ജീവിത നിലവാരത്തെ തന്നെ ബാധിക്കുകയും ചെയ്യാം. ശരിയായ പരിശോധനയിലൂടെ കാരണം കണ്ടെത്തി ചികിത്സിച്ചാൽ പലർക്കും നല്ല ആശ്വാസം ലഭിക്കുന്ന ഒരു അസുഖം തന്നെയാണ് റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രം.